നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ചരിത്രമാണ്. വർഷങ്ങളായി ബി സി എ ഡി നൂറ്റാണ്ടുകളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയ ഇസ്രായേൽ ജനത വീണ്ടും ഒരു രാഷ്ട്രമാകുന്നത് 1948 മെയ് 14 ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ഈ രാജ്യത്ത് ഉണ്ടാവണം എന്ന പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടനാണ്. പക്ഷേ ബ്രിട്ടൻ അതിൽ നിന്ന് ഒരു പിന്മാറ്റം പിന്നീട് നടത്തി. അതിൻ്റെ കാരണങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ജനനത്തിൽ ബ്രിട്ടൻ നിർണായക പങ്കുവഹിച്ചു. ഓട്ടോമൻ തുർക്കിയുടെ ഭാഗമായിരുന്ന പാലസ്തീൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാകുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്നാണ്. അന്നത്തെ ലോകരാജ്യ സംഘടനയായ ലീഗ് ഓഫ് നേഷൻസിൻ്റെ തീരുമാനപ്രകാരമായിരുന്നു അത്. ഇതിനിടെ പാലസ്തീനിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്ന യഹൂദന്മാർ അവിടെയുണ്ടായിരുന്ന അറബികളെ എണ്ണത്തിലും സമ്പത്തിലും പിന്നിലാക്കാൻ തുടങ്ങി. ദരിദ്രരായ അറബികൾക്ക് ജൂത സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകാതെയുമായി. ഒരുപാട് അറബികൾക്ക് സ്വന്തം വീടും നാടും വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് അഭയം തേടേണ്ടി വന്നു. അതോടെ യഹൂദരുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ ബ്രിട്ടൻ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. എന്നാൽ കുടിയേറ്റത്തിന് കുറവൊന്നും ഉണ്ടായില്ല. അറബികളും യഹൂദരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇത് അവസാനിച്ചത്. ബ്രിട്ടൻ തങ്ങളെ കളിപ്പിക്കുകയാണെന്ന് കരുതി ഇരുകൂട്ടരും ബ്രിട്ടീഷുകാരെയും ആക്രമിച്ചു. ഇതിനിടെ ഒരു ലോകമഹായുദ്ധം കൂടി കടന്നുപോയി. ഒരു ലോകശക്തി എന്ന നിലയിൽ ബ്രിട്ടൻ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അത് രണ്ടാം ലോകമഹായുദ്ധമാണ്. 1947 ബ്രിട്ടൻ ഒരു പ്രഖ്യാപനം നടത്തി. തങ്ങൾ പാലസ്തീൻ വിട്ടുപോവുകയാണ്. ആ പ്രദേശത്തിൻ്റെ ചുമതല ഐക്യരാഷ്ട്രസമിതിയെ ഏൽപ്പിക്കുകയാണെന്നായിരുന്നു ബ്രിട്ടൻ്റെ പ്രഖ്യാപനം. അതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ ചുരുക്കം. പാലസ്തീൻ വിഭജിച്ച് യഹൂദർക്കും അറബികൾക്കുമായി കൊടുക്കാനായിരുന്നു ഐക്യരാഷ്ട്രസമിതിയുടെ തീരുമാനം. പുണ്യനഗരമായ ജെറുസലേം രണ്ട് കൂട്ടർക്കും നൽകാതെ അന്തർദേശീയ നഗരമാക്കുവാനും ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചു. 1948 മെയ് 15 പാലസ്തീൻ വിട്ടുപോകുന്നതിനായി ബ്രിട്ടൻ നിശ്ചയിച്ച ദിവസം. അതിൻ്റെ തലേ ദിവസം 1948 മെയ് 14 ഇസ്രായേൽ രാജ്യം നിലവിൽ വരികയും ചെയ്തു. 1948 മെയ് 15 ബ്രിട്ടൻ പാലസ്തീൻ പറഞ്ഞ ദിവസം തന്നെ അവർ പിന്മാറി. എന്നാൽ പാലസ്തീൻ പ്രശ്നം തുടങ്ങിയതേ ഉള്ളൂ. അതിപ്പോഴും തീർന്നിട്ടില്ല. ഇസ്രായേൽ രൂപീകൃതമായെങ്കിലും പാലസ്തീൻ എന്ന